നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. RRB ഗ്രൂപ്പ് ഡിയുടെ കറക്ഷൻ വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അതായത് രണ്ട് ദിവസം കൂടി മാത്രമേ 13-ാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ, കറക്ഷൻ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പം നിങ്ങൾ കൊടുത്ത പോസ്റ്റ് പ്രിഫറൻസ് എങ്ങനെയാണ്? നിങ്ങൾ കൊടുത്തിട്ടുള്ള പോസ്റ്റ് പ്രിഫറൻസ് ഓക്കെ ആണോ, അതോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന രീതിയിലാണോ നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ പ്രിഫറൻസിൽ വരുത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക മക്കളെ, വരുത്താനായിട്ട് ശ്രമിക്കുക. ഇനി അധികം സമയമില്ല, 13-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനി 2 ദിവസം കൂടി മാത്രമേ പോസ്റ്റ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെയാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത് നോക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾ എന്താ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കാം. ഓക്കെ ആണല്ലോ, സെറ്റാണ്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതായത് ഇതാണ് ഇപ്പം നമ്മുടെ ക്ലോസിംഗ് മറ്റേ കറക്ഷൻ വിൻഡോയുമായി ബന്ധപ്പെട്ട് RRBയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മാറ്റം. അതായത് നേരത്തെ പറഞ്ഞിരുന്നത് കറക്ഷൻ വിൻഡോ 25 തൊട്ട് 6-ാം തീയതി വരെ ഉണ്ടാകുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോഴത് മാറ്റിയിട്ട് 4-ാം തീയതി മുതൽ 13-ാം തീയതി വരെ എന്നാണ്. അതായത് ഇനി ഒരു 2 ദിവസം കൂടി, ഇന്ന് 11-ാം തീയതി ആണെങ്കിൽ ഇനി ഒരു 2 ദിവസം കൂടി മാത്രമാണ് എന്തിനവശേഷിക്കുന്നത്, RRBയുടെ പോസ്റ്റ് പ്രിഫറൻസ് ആയിക്കോട്ടെ കറക്ഷൻസ് എന്തുമാകാൻ നിങ്ങൾക്ക് വരുത്താനായിട്ട് കഴിയുക. അവിടെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് വരുത്തിയ മാറ്റങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, ചേഞ്ചുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയില്ല. ബാക്കിയുള്ള നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് ആയിക്കോട്ടെ അതേപോലെ ചേഞ്ചുകൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വരുത്താൻ പറ്റും. എന്തൊക്കെയാണ് വരുത്താൻ പറ്റുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്. നേരെ നമ്മുടെ പ്രിഫറൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് പ്രിഫർ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് പ്രിഫറൻസ് പറയാൻ കഴിയുക. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇതെന്തായിരിക്കണം അവിടെ പോസ്റ്റ് പ്രിഫറൻസ് ചെന്നൈ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റ് പ്രിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പ്രിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ത്രീകൾ എന്ത് ചെയ്യുക, ആ സ്ത്രീകളുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രിഫറൻസ് നിങ്ങൾ മാറ്റി ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഈ പറയുന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ പ്രിഫറൻസ് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റ് പ്രിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. 2, വ്യുമൻസിന് എന്ത് ചെയ്യുക, അവരുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മാറ്റുക. 3, പ്യുവർ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓരോ പോസ്റ്റിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പ്രിഫറൻസ് പ്രകാരം 1-ാം സ്ഥാനത്ത് പോയിന്റ്സ് മാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കേരളത്തിൽ ജോലി കിട്ടാനൊക്കെ സാധ്യത കൂടുതലുള്ള വെച്ചിട്ടാണ് പറയുക. ഇവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസി വരാൻ സാധ്യതയുള്ളത് ട്രാക്ക് മെയിൻ്റനർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി സാധാരണഗതിയിൽ വരുന്നത് എങ്ങോട്ടാണ്, ട്രാക്ക് മെയിൻ്റനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അവിടേക്കാണ് ഇപ്പോഴും വേക്കൻസി ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ ട്രാക്ക് മെയിൻ്റനർ ജോലി എന്താണ്, ഒരു ഇച്ചിരി കഷ്ടപ്പാടുള്ള ജോലിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വേക്കൻസി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷെ ജോലി ഒരു ഇച്ചിരി കട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രിഫറൻസ് 5 ആയിട്ട് എന്ത് വെച്ചിരിക്കുന്നത്, ട്രാക്ക് മെയിൻ്റനർ വെച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത് വീണ്ടും പറയുകയാണ്. ഒപ്പം സ്ത്രീകൾ അവിടെ ശ്രദ്ധിക്കുക. ദെൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാനായിട്ട് പോകുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ 1-ാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്ന പ്രിഫറൻസ് എന്താണ്, അത് പോയിന്റ്സ് മാൻ ആണ്. ഓക്കെ, പോയിന്റ്സ് മാൻ എന്ന് പറയുന്ന കാറ്റഗറി താരതമ്യേന വളരെ എളുപ്പമുള്ള, അത്യാവശ്യം ഈ ബാക്കിയുള്ള ജോലികളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ്. സ്ത്രീകൾക്കും പ്രിഫർ ചെയ്യാൻ കഴിയുന്ന 1-ാമത്തെ ഓപ്ഷൻ തന്നെ വെക്കാൻ കഴിയുന്ന പോസ്റ്റാണ് പോയിന്റ്സ് മാൻ എന്ന് പറയുക. ദെൻ അതിനുശേഷം 2 നോക്കിയേ, അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്. എവിടെയാണ്, ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ എന്താണ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന പോസ്റ്റ്. ദെൻ അസിസ്റ്റന്റ് കാരിയേജ് ആൻഡ് വേഗൻ, ദെൻ അസിസ്റ്റന്റ് S&T, ദെൻ അതേപോലെ ട്രാക്ക് മെയിൻ്റനർ. 5-ാം സ്ഥാനത്താണ് എന്ത് വെച്ചിരിക്കുന്നത്, ട്രാക്ക് മെയിൻ്റനർ വെച്ചിരിക്കുന്നത്. ദെൻ അതിനുശേഷം അസിസ്റ്റന്റ് TRD, ദെൻ അതിനുശേഷം അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് SR, ദെൻ അസിസ്റ്റന്റ് TC ആൻഡ് AC, ദെൻ അതുപോലെ തന്നെ അസിസ്റ്റന്റ് TC ആൻഡ് AC വർക്ക്ഷോപ്പ്, ദെൻ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീന്, ദെൻ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, ദെൻ അസിസ്റ്റന്റ് PV. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് വെക്കാനായിട്ട് കഴിയുക, പോസ്റ്റ് പ്രിഫറൻസ് വെക്കാനായിട്ട് കഴിയുക. ഓക്കെ, ചെന്നൈയുടെ ബേസിൽ നമുക്ക് വെക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 1-ാമത്തെ ഓപ്ഷൻ ഓർക്കുക, പോയിന്റ്സ് മാൻ. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ദെൻ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി വരുന്നുണ്ട്. ദെൻ അസിസ്റ്റന്റ് കാരിയേജ് ആൻഡ് വേഗൻ, അസിസ്റ്റന്റ് S&T വരുന്നുണ്ട്, ട്രാക്ക് മെയിൻ്റനർ വരുന്നുണ്ട്. ദെൻ അസിസ്റ്റന്റ് TRD വെക്കാം, അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് SR, ദെൻ അസിസ്റ്റന്റ് TC ആൻഡ് AC, ദെൻ അതിനുശേഷം വർക്ക്ഷോപ്പ്. ദെൻ ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളതും അല്ലാത്തതുമുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളതാണെങ്കിൽ കേരളത്തിൽ
കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്, കേരളത്തിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് കുറവാണ്. ദെൻ അതിന് കിട്ടുകയാണെങ്കിൽ കൂടുതലും ചെന്നൈ പ്രദേശങ്ങളിലേക്കൊക്കെയാണ് എന്ത് കിട്ടാൻ സാധ്യതയുള്ളത്, പ്രൊഡക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ട് കിട്ടാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കിയേക്കാം. ഇനി ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് നിങ്ങൾ പരിശോധിക്കുന്നത് എങ്കിൽ ഇവിടെ പോയിന്റ്സ് മാൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കിയാൽ ഇതാണ് പോയിന്റ്സ് മാൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഏറ്റവും ആണ് പോയിന്റ്സ് മാൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏറ്റവും കൂടുതലുള്ള പോസ്റ്റാണ് എന്ത്, പോയിന്റ്സ് മാൻ. അപ്പോൾ പക്ക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പക്കയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ, പോയിന്റ്സ് മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ A2 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്ന പോസ്റ്റാണ് പോയിന്റ്സ് മാൻ എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്ത പ്രിഫറൻസ് നമ്മൾ നോക്കിയത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പാണ്. ഈ വർക്ക്ഷോപ്പ് കേസുകളെല്ലാം മിക്കവാറും C1 ആണ് എന്ത് വരിക, കണ്ടോ ഇവിടെ C1 ആണ്, ഇവിടെയും C1 ആണ് എന്ത് വരിക, ഇവിടെ അസിസ്റ്റന്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ ആണെങ്കിൽ അവിടെയും C1 ആണ് എന്ത് വരുന്നത്, കൂടുതലായിട്ടും വർക്ക്ഷോപ്പിൽ വരിക. അപ്പോൾ C1 എന്ന് പറഞ്ഞാൽ താരതമ്യേന പിറകിലാണ്, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറവാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പ്രൊഡക്ഷൻ യൂണിറ്റ് അവിടെ എല്ലാം C1 ആണ് കിടക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ അതിനുശേഷം അസിസ്റ്റന്റ് ക്യാരേജ് ആൻഡ് വേഗൻ ആണ്. അസിസ്റ്റന്റ് ക്യാരേജ് ആൻഡ് വേഗൻ ഇതാണ്, ഇവിടെ B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ കുറച്ചുകൂടി മെഡിക്കൽ സ്റ്റാൻഡേർഡ്, അതായത് A2 അത്രയും ഹയർ അല്ല, എന്നാലും താരതമ്യേന മിഡിൽ വരുന്ന രീതിയിലുള്ളൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് B1 എന്ന് പറയുക. ദെൻ അതിനുശേഷം അടുത്ത പ്രിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് S&T ആണ്. അസിസ്റ്റന്റ് S&Tയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താണ്, C1 ആണ് പ്രൊഡക്ഷൻ യൂണിറ്റ്, സിഗ്നലിൽ B1 ആണെന്ന് കാണാൻ കഴിയും. ഓക്കെ, C1 എവിടെയാണ്, പ്രൊഡക്ഷൻ യൂണിറ്റ് ഏറ്റവും കുറവാണ്. ദെൻ B1 ആണ് സിഗ്നലിൽ എന്ന് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ട്രാക്ക് മെയിൻ്റനർ ആണ് എങ്കിൽ ട്രാക്ക് മെയിൻ്റനറുടെ ട്രാക്ക് മെഷീൻ ആണിത്. ട്രാക്ക് മെയിൻ്റനർ നോക്കിക്കഴിഞ്ഞാൽ അത് B1 ആണ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ട്രാക്ക് മെയിൻ്റനർ ആണെങ്കിൽ അവിടെ B1 ആണ് എന്ന് കാണാൻ കഴിയും. ദെൻ ട്രാക്ക് മെഷീൻ ആണെങ്കിൽ A3 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ A3 ആണ് എവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ട്രാക്ക് മെഷീൻ അതിൽ വരുമ്പോഴത്തേക്കും അവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരിക. ദെൻ അസിസ്റ്റന്റ് TL ആൻഡ് AC ഇലക്ട്രിക്കൽ ജനറൽ സർവീസ് ആണെങ്കിൽ B1 ആണ്, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ C1 ആണ്. അതേപോലെ അസിസ്റ്റന്റ് TRD ആണെങ്കിൽ അവിടെ B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ദെൻ അതേപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ ആണെങ്കിൽ B1 ആണ്. ദെൻ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ അവിടെയും B1 ആണ്. ദെൻ ഇലക്ട്രിക്കൽ ഷെഡ് ആണെങ്കിൽ അവിടെ എന്താണ് വരിക, ഡീസൽ ഷെഡിൽ B1 ആണ് വരിക, ഇലക്ട്രിക്കൽ ഷെഡിൽ B1 ആണ് വരിക എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാകണം. ആ ഐഡൻറ്റിറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. ദെൻ അതിനുശേഷം അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, അവിടെ ജനറൽ സർവീസ് ആണെങ്കിൽ B1 ആണ്, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ C1 ആണെന്ന് കാണാൻ കഴിയും. ദെൻ ലാസ്റ്റ് വൺ അസിസ്റ്റന്റ് PA, അവിടെ B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് കാണാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ നോക്കിയതിന് ശേഷം ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾക്കൊരു നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താനായിട്ട് കഴിയുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ, സെറ്റാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് RRB ഗ്രൂപ്പ് ഡിയുടെ സൂപ്പർ ബാച്ച് നിലവിൽ എന്താണ് മക്കളെ, അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം ഈ ബാച്ച് ക്ലോസ് ആകും. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിലും അതേപോലെ തന്നെ മലയാളത്തിലും എന്ത് തരുന്നുണ്ട്, ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് പ്രിഫർ ചെയ്ത ആളുകൾക്ക് ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ കാണാം. മലയാളമാണ് പ്രിഫർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും കിട്ടും. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകളുടെ പ്രത്യേകത, നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നഷ്ടമാവില്ല. കൃത്യമായിട്ട് പ്യുവർ കണ്ടന്റ് എന്ത് ചെയ്യും, നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അതേപോലെ തന്നെ മോട്ടിവേഷൻ സെഷനുകൾ കാണും, കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ കാണും. ഓക്കെ, ഓരോ ചാപ്റ്റർ തീരുമ്പോഴും ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ട്, വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, മിഡ് ടൈം എക്സാം ഉണ്ട്. അങ്ങനെ നിങ്ങളെ കൃത്യമായി ജോലിയിലേക്ക് നയിക്കുന്ന ഒരു അടിപൊളി ബാച്ചാണ് എന്തെന്ന് പറയുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ സൂപ്പർ സക്സസ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സമയമില്ല കളയാനായിട്ട്, എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഈ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഒന്നെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം, അല്ലെങ്കിൽ 6238208850 എന്ന് പറയുന്ന 54 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. ഓക്കെ, 6238208854 എന്ന് പറയുന്ന നമ്പറിലേക്ക് വേണമെങ്കിലും ബന്ധപ്പെടാം. അപ്പോൾ ഇതിൽ ഏത് നമ്പറിലേക്ക് വിളിച്ചാലും കൃത്യമായിട്ട് നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇനിയും കളയാൻ സമയമില്ല, പെട്ടെന്ന് കയറുക. നമ്മുടെ ബാച്ച് എന്ത് ചെയ്യും, വളരെ അടുത്ത് തന്നെ ക്ലോസ് ആവും. ഓക്കെ അല്ലേടാ? അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.